ഇനി നമ്മൾ 11ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ 11ാമത്തെ ചോദ്യം ഇതാണ്. ഇത് നമുക്ക് വന്നിട്ടുള്ളത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഇതാണ്. എ ആൻഡ് ബി ഓൾട്ടർനേറ്റ്ലി ത്രോ എ പെയർ ഓഫ് ഡൈസ്. അപ്പൊ എയും ബിയും രണ്ട് വ്യക്തികളാണ്, രണ്ടുപേര് എന്ത് ചെയ്യുന്നുണ്ട്, ഡൈ ത്രോ ചെയ്യാണ് കേട്ടോ. ത്രോ എ പെയർ ഓഫ് ഡൈസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓൾട്ടർനേറ്റ്ലി. അപ്പൊ ഒരാൾ ആദ്യം ഇടുന്നു, ദെൻ രണ്ടാമത് അടുത്ത ആൾ ഇടുന്നു. ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡൈ ത്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഫസ്റ്റ് കേസ് എന്താ പറയുന്നത്, ഇഫ് എ വിൻസ് അല്ലെ, എ വിൻസ് ഇഫ് ഹി ത്രോസ് എ സം ഓഫ് 5. ഓക്കെ, അതായത് ഇങ്ങനെ ത്രോ ചെയ്യുന്ന സമയത്ത് സം ഓഫ് 5 വീഴുവാണെങ്കിൽ എന്താണ്, എ വിൻ ചെയ്യും. ഓക്കെ, ദെൻ എന്നിട്ട് എന്താ, അപ്പൊ എന്ത് ചെയ്യും, ബി ത്രോസ് എ സം ഓഫ് 8. ഓക്കെ, ആൻഡ് ബി ആണ് വിൻ ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഹി ത്രോസ് എ സം ഓഫ് 8 ബിഫോർ എന്താണ്, ദെൻ എ ത്രോസ് എ സം ഓഫ് 5. ദ പ്രോബിലിറ്റി ദാറ്റ് എ വിൻസ്, എ വിൻ ചെയ്യുകയാണ് ഇഫ് എ മേക്സ് ഫസ്റ്റ് ത്രോ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ത്രോ എ ആണെങ്കിൽ ഫസ്റ്റ് ത്രോ എ വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എ എന്ത് ചെയ്യണം, എ വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡൈ ഇടുന്ന സമയത്ത് എ വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സം എത്ര വരണം, 5 വരണം എന്ന് പറയുന്നുണ്ട്. സോ സം വരണമെങ്കിൽ ഏതൊക്കെ കേസ് വരാം, നമുക്ക് 1,4 വരാം. ഡൈയുടെ ഫേസസ് അല്ലേ, 2,3 വരും, ദെൻ 3,2 വരും, ദെൻ 4,1 വരും. സോ ഇത്രേ കേസസേ ഉള്ളൂ. സോ പ്രോബബിലിറ്റി ഓഫ് എ വിന്ന് അല്ലെ, എ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അപ്പൊ കിട്ടുന്നത്, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്, 4/36. കാരണം എന്താണ്, ടോട്ടൽ 4 കേസസ് ആണ്. ടോട്ടൽ 2 ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 പേരുണ്ടല്ലോ, 2 ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഔട്ട്പുട്ട് എത്രയാ, 36 ആണ്. സോ 4/36 അല്ലെങ്കിൽ 1/9 എഴുതാം. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ എ ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി എത്രയാ, എ ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി എത്ര കിട്ടും, 1 - 4/36 വരുമ്പോൾ നമുക്ക് 32/36 എന്ന് വരും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ അത് നമുക്ക് 8/9 എഴുതാം. നോ പ്രോബ്ലം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ് അടുത്ത ബിന്റെ കേസ് നമുക്ക് എഴുതാം. ഓക്കെ, ബി വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര വരണം, ബി സം എത്ര വരണം, 8 വരണമെന്നാണ്. അപ്പൊ 2 6 അതുപോലെ 3 5 ദെൻ നെക്സ്റ്റ് 4 4 എഴുതാം നമുക്ക്, ദെൻ 5 3 എഴുതാം, നെക്സ്റ്റ് 6 2 എഴുതാം. ഓക്കെ, സോ ഇത്രയും കേസസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബി വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ബി വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്ര കിട്ടും, 5/36 വരും. ദെൻ ബി ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര കിട്ടും, ബി ഫെയിൽ ആവണമെങ്കിൽ 31/36 വരും. സോ നമ്മളോട് പറയുന്നത് ഫസ്റ്റ് ത്രോയിൽ എന്ത് വേണം, എ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് എ ടു വിൻ, എ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമുക്ക് വേണ്ടത് ഫസ്റ്റ് ത്രോയിൽ. സോ മക്കളെ, ഇപ്പൊ ഫസ്റ്റ് ത്രോ, അപ്പൊ ആദ്യം തന്നെ ഇടുമ്പോൾ എന്ത് ചെയ്യാം, എക്ക് സമ്മ് കിട്ടുന്ന ഒരു കേസ്, അതാണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്നത്. നെക്സ്റ്റ് എ ആദ്യം ഇട്ടു, എ ഫെയിൽ ആയെന്ന് വിചാരിച്ചോ, എ ഫെയിൽ ആയാൽ എ ജയിക്കാവുള്ളൂ. ഫസ്റ്റ് ത്രോയിൽ ആര് ജയിക്കണം, എ വിന്ന് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ വിന്ന് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം ഫസ്റ്റ് ത്രോയിൽ ആദ്യത്തെ കേസ് ഞാൻ എഴുതിക്കുന്നത് എന്താണ്, എ വിന്ന് ചെയ്യുന്നു. ആദ്യം തന്നെ ഇടുമ്പോൾ ആദ്യം തന്നെ എങ്ങനെ വിന്ന് ചെയ്തു, എ ഇട്ടു, പക്ഷെ എ വിന്ന് ചെയ്തില്ല. എ വിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത ത്രോ ആരാ ഇടുന്നത്, ബി ആ ഇടുന്നത്. അപ്പൊ ബി എന്ത് ചെയ്യില്ല, വിൻ ചെയ്യാൻ പാടില്ല. കാരണം എന്താ, എ വിൻ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന്റെ പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നെക്സ്റ്റ് ത്രോയിൽ എന്ത് കിട്ടും, എ വിൻ ചെയ്യും. നെക്സ്റ്റ് ഇനി അടുത്ത ചിലപ്പോൾ എന്താണ്, എ ഫെയിലായി, ബി എന്ത് ചെയ്തു, ഫെയിലായി. അടുത്തത് അഗെയിൻ എ ഫെയിൽ ആയാൽ പിന്നെ ബി ആയിടേണ്ടത്. അപ്പൊ ബി ഫെയിലായി, പിന്നെ എ എന്ത് ചെയ്യാം, വിൻ ചെയ്യാം. സോ അപ്പൊ ഇങ്ങനെ ഇൻഫിനിറ്റ് കേസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. റെഡി അല്ലേ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ എ വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി 4/36 പ്ലസ് എ വിൻ ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാ, 32/36. ദെൻ ബി എത്ര വരും, 31/36. ദെൻ എ വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി 4/36. ദെൻ നെക്സ്റ്റ് വരുമ്പോഴത്തേന് 32/36 ഇൻറ്റു 31/36 ഇൻറ്റു 32/36 ദെൻ 31/36 പിന്നെ 4/36. ഇത് ഇങ്ങനെ പോകും. ശരിക്കും പറഞ്ഞാൽ ഇൻഫിനിറ്റ് ജിപിയുടെ സമ്മാണ് വരുന്നത് അല്ലേ? സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ ഇൻഫിനിറ്റ് ജിപിയുടെ സം എന്താ മക്കളെ കിട്ടുന്നത്, നമുക്ക് a/1 - r എന്നാണ്. സോ ഇവിടെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4/36 ആണ്. ദെൻ 1 - r എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 32/36 ഇൻറ്റു 31/36. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് 9/19 കിട്ടും. സോ ഇതാണ് നമ്മളുടെ ആൻസർ. 9/19 ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ.